വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് OET പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നീതൂസ് അക്കാഡമിയിൽ പഠിക്കണമെന്നുള്ളത്. ജീവിതത്തിൽ അത്ര ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ OET പാസ്സാകുക എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് വലിയൊരു കടമയായിരുന്നു. അത് കടക്കാനായിട്ട് നീതൂസ് അക്കാഡമി എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. മാം പറഞ്ഞ കുറച്ച് വാക്കുകളാണ് എനിക്ക് ഇപ്പോഴും നമ്മൾ എവിടെയെങ്കിലും എത്തിയാലേ നമ്മുടെ പാരന്റ്സിനെയും നമ്മുടെ ഇൻലോസിനെയും പാർട്ട്ണറിനെയും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. അതാണ് വീണ്ടും എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാനും ഒക്കെ തോന്നിയത്, ഇതിനോട് വിളിക്കാൻ പറ്റിയതും. എന്റെ കുറവുകൾ മനസ്സിലാക്കി എന്നെ ഒരുപാട് എൻകറേജ് ചെയ്ത് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാമാണെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ പറഞ്ഞു തന്ന് എവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് ശരിക്കും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു LKG സ്റ്റുഡന്റിനെ A to Z പഠിപ്പിക്കുന്ന പോലെ തന്നെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് എടുത്തു തരുന്നതും. ഒത്തിരി ആൾക്കാർക്ക് ഇനിയും മാഡത്തിന്റെ അക്കാഡമി വഴി ഒത്തിരി പേർക്ക് ചിറകുകൾ മുളയ്ക്കാൻ സാധിക്കട്ടെ. മാമിന്റെ ആ ബ്ലൂ സാരിയിലുള്ള ഫേസും മാമിന്റെ ആ സംസാരം, ആ മോട്ടിവേഷൻ ഒക്കെ കേൾക്കുമ്പോ എന്തെന്നറിയില്ല, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മള് നീതൂസിന്റെ ഒരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റില് വീണ്ടും നിങ്ങൾ വന്നേക്കുവാണ്. ഒരുപാട് സന്തോഷം, ഒത്തിരി എക്സൈറ്റഡ് ആണ് നിങ്ങൾ എല്ലാവരും വീണ്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കണ്ടതിന്. ഒരുപാട് സന്തോഷം അല്ലെ, നിങ്ങളും എക്സൈറ്റഡ് ആണ്, വെയിറ്റിംഗ് ആയിരുന്നു അല്ലെ. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചു, മാം വെയിറ്റിംഗ് ആണ്, എപ്പോഴാണ് തുടങ്ങുന്നത് അല്ലെ. അതെ, ഒരുപാട് സന്തോഷം. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് പ്രിയ. യെസ് പ്രിയ മോൾ എസ്. Ma'am, like I'm really happy, and I can't even express, because ma'am, the main thing that happened with me, I took your classes from May, I guess. May, okay. But what happened at that time, ma'am, my all modules were clear. But in speaking, ma'am, I had a problem with the interlocutor. Oh, okay. Yes, ma'am. Because of that, ma'am, I got only 340 there. Okay. Yeah, usually like I was okay in speaking, so I thought that speaking is something that I won't be getting troubled, and I got 340. I was so much disappointed with it. Yes, My I can understand. confidence got very low. But this time when I gave crash course, again I took crash course of your academy only. Okay. And Claudine ma'am, I am so grateful for her. Like, she really raised my confidence in so much level. I was like, ma'am, I'm not ready to give speaking. I can't give. And she said, no, you should not think like that. Okay. And really, Great. ma'am, this time I got the highest marks in speaking only. 410 I got in. Yeah, you got 410. Really great. Yes. Yes, ma'am. So thank you so much, ma'am. Thank you so much for your kind words. Yes, Priya. അല്ലെ, നമ്മളൊരു 340 നിന്ന് 410 വരെ അല്ലെ, ഒരു ജേർണി എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജേർണിയാണ് അല്ലെ. ലാസ്റ്റ് ടൈം കിട്ടേണ്ടതായിരുന്നു, ബട്ട് ഇന്റർലുക്കേറ്ററിന്റെ പ്രോബ്ലംസ് അല്ലെ, നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം കൊണ്ടാണ് യു ലോസ്റ്റ് ഇറ്റ് അല്ലെ. നോ പ്രോബ്ലം, എനിവേ യു ക്രാക്ക്ഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, thank you so much, ma'am. It's really because of your institution, ma'am. Thank you, ma'am. Thank you so much. Thank you, dear. Thank you. Yes, we will move on with Minu George. Hi, Minu. ഹായ് മാം. Hi. ഒത്തിരി താങ്ക്സ് മാം, ഒത്തിരി നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു വിന്നേഴ്സ് മീറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചതില് ദൈവത്തിന് ഒത്തിരി, നീതൂസ് അക്കാഡമിക്ക് ഒത്തിരി നന്ദി. പ്രത്യേകിച്ച് മാഡത്തിന് പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയുണ്ട്. ഭയങ്കര ആഗ്രഹമായിരുന്നു വിന്നേഴ്സ് മീറ്റിൽ പങ്കെടുക്കാന്നുള്ളത്. താങ്ക് യു മാം. താങ്ക് യു മാം. പ്രൗഡ് ഓഫ് യു. പിന്നെ നീതു മാഡത്തിന്റെ പ്രത്യേകിച്ച് ആ ലാസ്റ്റ് ഡേയ്സിലുള്ള ഇൻസ്പിറേഷനും ഫസ്റ്റ് ഡേയിലെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഞാൻ ഒത്തിരി കരഞ്ഞായിരുന്നു. ജീവിതത്തിൽ അത്ര ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ OET പാസ്സാകുക എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് വലിയൊരു കടമയായിരുന്നു. അത് കടക്കാനായിട്ട് നീതൂസ് അക്കാഡമി എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഒത്തിരി നന്ദി. പറഞ്ഞ വാക്കുകളില്ല. നീതൂസ് അക്കാഡമിക്കും നീതൂസ് അക്കാഡമിയിൽ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഒത്തിരി ആൾക്കാർക്ക് ഇനിയും മാഡത്തിന്റെ അക്കാഡമി വഴി ഒത്തിരി പേർക്ക് ചിറകുകൾ മുളയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആശംസിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു ലോട്ട്. ഓക്കെ, ഫസ്റ്റ് ടൈം ആണോ മിന്നു ഫസ്റ്റ് ടൈം ആണോ എഴുതുന്നത്? മാം അല്ല, സെക്കൻഡ് ടൈം. ഞാൻ കുറെ തവണ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഒത്തിരി നന്ദിയുണ്ട് മാം. ഇത് കുറെ തവണ ക്ലിയർ ചെയ്യാൻ പറ്റാതെ ഒരു ചെറിയ മാർക്കിനൊക്കെ ഇങ്ങനെ മാറി പോകുമ്പോ തന്നെ മാറി പോകുമ്പോ ഒരു ദിവസം വരും എന്ന് ആഗ്രഹിച്ച് നീതൂസ് അക്കാഡമി വന്നത് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്.
ഓക്കെ ഫൈൻ, ഒരുപാട് സന്തോഷം. യെസ്, വി വിൽ മൂവ് ഓൺ വിത്ത് മെൽബി ഡ്യൂട്ടിയിലാണ് തോന്നുന്നു. യെസ് മെൽബി സൈമൺ പറഞ്ഞേ, ഹൗ ഡു യു ഫീൽ നൗ? എക്സൈറ്റഡ് ആണോ? അതെ അതെ മാം, ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്. ഞാൻ ഇവിടെ അയർലൻഡിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ അപ്പം ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും പ്രോബ്ലം സ്പീക്കിംഗ് ആയിരുന്നു. ഞാൻ ഇവിടെ ഓക്കെ വന്നിട്ട് നമുക്ക് ഉള്ളിൽ അറിയാമെങ്കിലും ഞാൻ ആരുടെ അടുത്ത് വാ തുറന്ന് സംസാരിക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് സ്പീക്കിംഗ് ഞാൻ പാസ് ആവാറുണ്ട്. പക്ഷെ കഷ്ടിയെങ്കിലും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. ജസ്റ്റ് 350 ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ ബാക്കി മൊഡ്യൂള് പോകാറുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ ഈ പ്രാവശ്യം എനിക്ക് സ്പീക്കിങ്ങിന് 410 ഉണ്ട്. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. എനിക്ക് നീതൂസ് അക്കാദമിന്ന് എനിക്ക് ഒത്തിരി അവിടെ നിന്ന് എല്ലാവരും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ മൊഡ്യൂളിനും ഒത്തിരി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒത്തിരി സന്തോഷം. നമ്മുടെ അഡ്വാൻസ്ഡ് ബാച്ച് ആൻഡ് ഇന്റൻസീവ് ബാച്ചിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് ലിസണിംഗ് മൊഡ്യൂൾ ആണ് അല്ലെ? അതെ. അപ്പൊ റീഡിംഗ് ആൻഡ് ലിസണിംഗ് മൊഡ്യൂൾ ഒത്തിരി പേർക്ക് എപ്പോഴും ടഫായിട്ടുള്ളതും നമ്മൾ എപ്പോഴും എന്താ പറയണ്ടത്, നമ്മൾ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മൊഡ്യൂളാണ് അല്ലെ? പക്ഷെ അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായി കാണും. സൂമിൽ വരുന്നു, ട്രെയിനേഴ്സ് ഇരിക്കുന്നു, വിളിക്കുന്നു, ടൈമർ വെക്കുന്നു, ആകെ എങ്ങനെയാണെങ്കിലും ചെയ്യിപ്പിക്കും എന്നൊരു രീതിയിലോട്ട് കാര്യങ്ങൾ പോയി അല്ലെ? ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലെസ് യു. വിൽ കം ഓൺ വിത്ത് യെസ്, വി വിൽ മൂവ് ഓൺ വിത്ത് റീതു. യെസ് ഉദയൻ. യെസ് റീതു, ഒരുപാട് ക്ലാസ്സിൽ വിളിച്ചിട്ടുള്ള പേരാണ്. യെസ് Hi, റീതു ma'am. പറഞ്ഞേ. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഭയങ്കര evening. എക്സൈറ്റഡ് ആണ് മാം. സത്യം പറഞ്ഞാൽ മാർക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ കരയായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല. അപ്പൊ ഞാൻ പഠിച്ചിറങ്ങിയ ഉടനെ പിന്നെ മാരേജ് ആയി. അപ്പൊ അത് കഴിഞ്ഞ് എവിടെ പോവും, ഏതൊരു അക്കാഡമി കയറും, അങ്ങനെയൊക്കെ ഞാൻ Okay. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പൊ എന്റെ പ്രിയ മാഡം, എന്നെ കോളേജിൽ പഠിപ്പിച്ച മാഡം ആണ് നീതൂസ് അക്കാഡമി. അപ്പൊ കുക്കു സാറിനാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ Okay. കുക്കു സാർ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോന്നും എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഓൺലൈനിൽ വന്നത്. പക്ഷെ അന്ന് ഒരു ദിവസം മാം പറഞ്ഞ കുറച്ച് വാക്കുകളാണ് എനിക്ക് ഇപ്പോഴും, നമ്മൾ എവിടെയെങ്കിലും എത്തിയാലേ നമ്മുടെ പാരന്റ്സിനെയും നമ്മുടെ ഇൻലോസിനെയും പാർട്ട്ണറിനെയും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അതാണ് വീണ്ടും എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാനും ഒക്കെ തോന്നിയത്. ഇന്നിവിടെ Okay. നിൽക്കാൻ പറ്റിയതും താങ്ക് യു സോ മച്ച് മാം. ഒരുപക്ഷെ സന്തോഷം. ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് പറ്റില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ തവണയും വിന്നേഴ്സ് മീറ്റും അതേപോലെ കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ മാം നീല സാരി ഒട്ടി നിൽക്കുന്ന ഫോട്ടോയൊക്കെ വരുന്ന ആളുകളൊക്കെ ഞാൻ ആത്മസംതൃപ്തി അടയുമായിരുന്നു. അയ്യോ, എങ്ങനെ ഇവർക്ക് സാധിക്കുന്നു, എനിക്ക് അവരെ കാണുമ്പോൾ ഭയങ്കര കൊതിയാവുമായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ ഒരുപാട് ഫോട്ടോ അങ്ങനെ സന്തോഷം. വന്നപ്പം ഞാൻ കരയായിരുന്നു മാം. ഐ എം സോ ഹാപ്പി മാം. എങ്ങനെ എനിക്കത് എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഐ എം സോ ഹാപ്പി. എന്നും മാഡത്തിനെ ഇങ്ങനെ ദൈവം അനുഗ്രഹിച്ച ഓരോ അവാർഡ്സും യു റിയലി ഡിസേർവ് ഇറ്റ് മാം. അത്ര ഹാപ്പി. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം റീതുവിന്റെ ഓരോ വാക്കുകളിലും ആ ഒരു സ്നേഹവും ആ ഒരു അറ്റാച്ച്മെന്റും ഒക്കെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാം. ഒത്തിരി സന്തോഷം റീതു പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ഒരു ക്ലാസ്സിലോട്ട് കയറുമ്പോൾ അല്ലെ, നമ്മളൊരു ഇൻട്രോ ക്ലാസ്സിലോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് ഞാൻ ആവണം എന്നത് നമുക്ക് ശരിക്കും തോന്നും അല്ലെ? ഇപ്പൊ നീ പറയുന്ന വിനോദ് സാർ ആണെങ്കിലും ലിനു മാം ആണെങ്കിലും അല്ലെ, അതെ, ഈ പറഞ്ഞ സണ്ണി സാർ ആണെങ്കിലും എക്സാക്ട്ലി. അപ്പൊ ആ ഒരു ഫീൽ, അതൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീൽ, എല്ലാവരും പറയുന്ന ഒരു ഫീലാണ്. ആ ഇൻട്രോ ബാച്ചിലോട്ട് വരുമ്പോൾ തന്നെ എനിക്കിത് കിട്ടും, അല്ലെങ്കിൽ എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകണം, ആ ഒരു ഉറപ്പിലാണ് നമ്മൾ. പലപ്പോഴും നമ്മൾ വിചാരിക്കും അല്ലെ, ഇത് നടക്കുമോ അല്ലെ, സാധിക്കുമോ, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനിൽ നിന്ന് ഇന്ന് ഒരു വിന്നർ ആയിട്ട് വന്ന് പറയുവാ, കണ്ടോ ഞാൻ ഇത് നേടി അല്ലെ. യെസ്, ഒത്തിരി ആളുകളുടെ ഒത്തിരി സ്റ്റുഡൻസിന്റെ ഒരു സ്വപ്ന ഇപ്പൊ ഈ പറഞ്ഞ പോലെ കൺഗ്രാറ്റുലേഷൻസിൽ വരിക, അല്ലെങ്കിൽ വിന്നേഴ്സ് മീറ്റിൽ വരിക. സോ യു ഡിഡ് ഇറ്റ് അല്ലെ, യു ക്രാക്ക്ഡ് ഇറ്റ്. ഓക്കെ, മൂവ് ഓൺ വിത്ത് ദിവ്യ. യെസ് ദിവ്യ യുടി. യെസ് ദിവ്യ. മാം, ഒത്തിരി സന്തോഷം. പിന്നെ ഈ നീതൂസ് ഫാമിലിന്റെ ഒരു പാർട്ടാവാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. കാരണം നല്ല സപ്പോർട്ടായിരുന്നു ഈ ഫാമിലി മൊത്തം, എസ്പെഷ്യലി വിനോദ് സർ. അത് ഒത്തിരി ഗുണം ചെയ്തു ലാസ്റ്റിലോട്ട്. പിന്നെ സണ്ണി സാറിന്റെ മോട്ടിവേഷൻ, അതൊക്കെ ഭയങ്കര എൻകറേജ്മെന്റ് ആയിരുന്നു. ദീപ മാം സ്പീക്കിംഗിൽ എനിക്കുണ്ടായിരുന്നത് ക്ലറീന മാം ആയിരുന്നു. ഭയങ്കര നമ്മളൊരു ഡൗൺ ആവുന്ന സമയത്ത് അവരൊക്കെ നമ്മളെ വലിയ രീതിയിൽ തന്നെ മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഇവരൊക്കെ പറയുന്നത് പോലെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു വിന്നേഴ്സ് മീറ്റിൽ ജോയിൻ ചെയ്യണമെന്നും മാമിന്റെ കൂടെയുള്ള ആ പടം വരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊക്കെ സാധിക്കുന്നതിൽ നീതൂസ് ഫാമിലി വളരെയധികം സപ്പോർട്ട് ചെയ്തു. ഒത്തിരി താങ്ക്സ്. ഒരുപാട് സന്തോഷം ദിവ്യയുടെ
ദിവ്യയുടെ യെസ്, എങ്ങനെയുണ്ടായിരുന്നു മോക്ക് എക്സാം? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്റൻസീവ് ബാച്ചിലർ മോക്ക് എക്സാം? എങ്ങനെ യൂസ്ഫുൾ ആയി റിയൽ എക്സാമിന്? മോക്ക് എക്സാം ആക്ച്വലി ഞാൻ ആ മോക്കിന് ടൈം നമ്മുടെ എക്സാമിന്റെ റിയൽ ടൈം പോലെ തന്നെയായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പൊ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിംഗ് വെച്ചിട്ട് സെയിം ഒരു ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്തത് പോയത് കൊണ്ട് എക്സാമിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മാം. ഓക്കെ ഫൈൻ. അതൊരു ഒത്തിരി പേര് പറയുന്ന ഒരു കാര്യമല്ല. നമ്മൾ ടെൻഷൻ ഇല്ലാതെ പോയി നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. 1 month മോക്ക് അതൊരു ചെറിയ കാര്യമല്ല. ലൈവായിട്ട് ഇരുന്ന് ഒരു എക്സാമോ അതൊക്കെ ഓക്കെ ആണ് എന്നൊരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ മാറാൻ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഇന്റൻസീവ് ബാച്ച് ആണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു ചോദിച്ചത്. ഓക്കെ, ഡെൽമ ജോസ്. ഗുഡ് ഈവനിങ് മാം. താങ്ക് യു സോ മച്ച് മാം. മാം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് വളരെ സന്തോഷം. ഞാൻ മുന്നേ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് കിട്ടിയ അത്രയും സപ്പോർട്ട് ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല. മോട്ടിവേഷൻ ആണേലും ഈ പറഞ്ഞ സണ്ണി സാറിന്റെ ക്ലാസ് ആണേലും മോട്ടിവേഷനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിനോദ് സാറിന്റെ ക്ലാസ്സിലാണേലും ആദ്യം ഫസ്റ്റ് പേടിച്ചായിരുന്നെങ്കിലും പക്ഷെ ഒത്തിരി ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ ക്ലാസ്സിൽ നിന്ന് ഒത്തിരി ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. റീഡിംഗ് ഒന്നും എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ ഞങ്ങൾ കയറിയ കുറെ സിറ്റുവേഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ അതിന് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാരോടും സ്പീക്കിങ്ങിനാണെങ്കിലും ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത എക്സാം എഴുതിയത്. എനിക്ക് പനിയായിരുന്നു. എക്സാമിന് കംപ്ലീറ്റ് ചെയ്യാൻ പോകാൻ പറ്റുമോന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. അങ്ങനെയുള്ളതാണ് എനിക്ക് എക്സാം കിട്ടിയത് തന്നെ. എല്ലാരോടും താങ്ക് യു സോ മച്ച്. റിയലി ദാറ്റ് ഇസ് എ ബ്ലെസ്സിങ്. യെസ്, റിയലി ഗുഡ് അല്ലെ? നമുക്ക് ഒട്ടും വയ്യാതെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്തുമെന്ന് വിചാരിച്ചിരിക്കുന്നിടത്ത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരുന്നു. ഞാൻ ഓർത്തത് എനിക്ക് സ്പീക്കിങ്ങിന്റെ സമയത്ത് എനിക്ക് ചുമച്ചിട്ട് എനിക്ക് പറയാൻ പോലും പറ്റത്തില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ 20 minutes ഞാൻ ചുമച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. തണുപ്പത്തിരിക്കുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എന്താണേലും അവിടെ വന്നുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ ഒരു അച്ചീവ്മെന്റ് അത്. ഇത്രയും നമ്മളൊരു ഡ്യൂട്ടിയുടെ കഴിഞ്ഞു വന്നിട്ട് അതിന് മുന്നിലിരുന്ന് സ്ട്രഗിൾ ചെയ്ത് ഹോംവർക്ക് ചെയ്യാതെ ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല. അതൊക്കെ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓടി വന്നിട്ട് ചെയ്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ഈ ലാസ്റ്റ് മൊമെന്റിലാണ് നമുക്ക് ഈ എക്സാമിന്റെ മാർക്ക് കിട്ടുമ്പോൾ അതിന്റെ വില എന്താണെന്ന് ശരിക്കും അറിയുന്നുണ്ട് ഞങ്ങൾ. ഒരുപാട് സന്തോഷം. ഇറ്റ് മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒത്തിരി സന്തോഷം ഡെൽമ അല്ലെ. ഒരു റിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിപ്പോ പറഞ്ഞല്ലേ. നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഇത് ചെയ്യണം അത് ചെയ്യണം ചെയ്തിട്ടേ വരാവൂ ഇങ്ങനെ പറയുമ്പോൾ അല്ലെ നമ്മൾക്ക് എക്സാക്ട്ലി യു ആർ എ ബ്ലെസ്ഡ് പേഴ്സൺ. അതുകൊണ്ടാണ് അത്രയും വയ്യാത്ത ഒരു സമയത്തും അല്ലെ നമുക്ക് ആ ഒരു ഫീൽ, ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റിയലി എ ബ്ലെസ്സിങ്. നമ്മൾ വിചാരിക്കുന്നതൊക്കെ എത്രയോ അപ്പുറവാ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. യെസ് നയന നളിന കൃഷ്ണൻ. യെസ് നയന. ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട് മാം. ഞാൻ ശരിക്കും അവിടെ ആ ഫാമിലിയിൽ ഒരു പാർട്ടാവാൻ സാധിച്ചതാണെങ്കിൽ വലിയ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് കരുതുന്നു. കാരണം ഞാൻ 1 വർഷമായിട്ട് ഞാനാണെങ്കിൽ ഈ ജേർണിയിലായിരുന്നു. ഞാൻ ആദ്യം പഠിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാൻ ഓരോ ഇത് കഴിഞ്ഞിട്ട് 2 month കഴിഞ്ഞപ്പോഴേക്കും ആണെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നയന മാമിനെ വിളിച്ചിട്ടാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല മാം, എനിക്ക് പറ്റത്തില്ല, എനിക്ക് സ്പീക്കിംഗ് ഒക്കെ ഭയങ്കര പാടായി, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ മാം പറഞ്ഞു നയന ക്ലാസ് കണ്ടിന്യൂ ചെയ്യുക, എന്നിട്ടാണെങ്കിൽ ഡേറ്റ് എടുത്തിട്ട് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്തിട്ട് നയന എക്സാം എഴുതുന്നു പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ല മാം എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു. അനീഷ് സാറിനോട് വിളിച്ച് പറഞ്ഞോളാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ പേടിച്ചിട്ടാന്ന് ഇനി ഇപ്പൊ കുറച്ച് ദിവസം കൂടി അല്ലേ അറ്റൻഡ് ചെയ്തേക്കാന്ന് പറഞ്ഞ് അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. പിന്നെ വീട്ടിൽ എല്ലാവരും നീ പഠിച്ചതല്ലേ ഒന്ന് ട്രൈ ചെയ്യാതെ നിനക്ക് എങ്ങനെയാ നിനക്ക് പറ്റുന്നില്ലെന്ന് തോന്നുന്നല്ല ഇങ്ങനെ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ഞാൻ പിന്നെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്തു. ശരിക്കും അതൊരു എന്താ പറയാ ശരിക്കും ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് തന്നെയായിരുന്നു. കാരണം എനിക്ക് ആ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തപ്പോഴേക്കും ഒന്നുകൂടെ ആണെങ്കിൽ കോൺഫിഡൻസ് ഒരുപാടുണ്ടാകും എന്ന് ശരിക്കും. അതിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ക്ലാസ്സിനൊക്കെ ആണെങ്കിലും ഗ്രാമർ ക്ലാസ്സിന് എനിക്ക് ഏറ്റവും കൂടുതൽ പാടുണ്ടായിരുന്നത് സ്പീക്കിംഗ് ആയിരുന്നു. ഞാൻ സംസാരിക്കത്തില്ല. ശരിക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര നെർവസ് ആണ്. അപ്പൊ എനിക്കിങ്ങനെ വന്നിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര പേടിയാ. അപ്പം ഞാൻ സംസാരിക്കാത്ത ഫ്രണ്ട്സ് എന്നോട് പറയും സംസാരിക്കാൻ വന്നാലും ഞാൻ സംസാരിക്കത്തില്ല. എനിക്ക് സ്പീക്കിംഗ് ആണെങ്കിൽ ഭയങ്കര ടഫാന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ടാണെങ്കിൽ പിന്നെ ശരിക്കും ആ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തപ്പോഴേക്കും എനിക്ക് കിട്ടിയിരുന്നത് വന്ദന മാമിയായിരുന്നു. ശരിക്കും അതൊരു
ദൈവത്തിന്റെ ബ്ലെസ്സിങ് തന്നെയായിരുന്നു. കാരണം എന്റെ കുറവുകൾ മനസ്സിലാക്കി എന്നെ ഒരുപാട് എൻകറേജ് ചെയ്ത് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാം. ഒരുപാട് ശരിക്കും റീഡിങ്ങിന്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിലും ഈ സ്പീക്കിങ്ങിനൊക്കെ വരുമ്പോഴേക്കേ മാം എന്റെ ആ ഒരു ഒരുപാട്, കാരണം മാം ആണെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ പറഞ്ഞു തന്ന് എവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞു തന്ന് ശരിക്കും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സ്പീക്കിങ്ങിന് മാമിന്റെ ആ ഒരു ഇത്. അപ്പോഴേക്കും എനിക്ക് ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും അത് ഒന്നും ആകത്തില്ല. പിന്നെയാണെങ്കിൽ സ്പീക്കിങ്ങിന് ഗ്രാമർ ആണെങ്കിൽ ഒരുപാട് സന്നിധാനന്റെ ഒരുപാട് കാരണം ഞാനൊന്നും അറിയാതെ ഞാൻ ഒന്നും അറിയാതെ ജോയിൻ ചെയ്തതാണ് ഇവിടെ. അന്നേരമാണെങ്കിൽ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു മാം. പിന്നെ റൈറ്റിങ്ങിനാണെങ്കിലും എനിക്കാണെങ്കിൽ തുടക്കത്തിൽ തൊട്ട് കിട്ടിയേക്കുന്ന എല്ലാ മാംസും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെ എനിക്കാണെങ്കിൽ അത് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെയാണെങ്കിൽ എനിക്ക് റൈറ്റിങ്ങും റീഡിങ്ങും കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി രണ്ടും C+ ആയിരുന്നു. ഇതെന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഞാൻ എഴുതിയിരുന്നത്. അപ്പോഴേക്കും ആണെങ്കിൽ എനിക്ക് ദൈവാനുഗ്രഹത്താൽ എല്ലാത്തിനും B ഗ്രേഡ് സാധിച്ചു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല. എനിക്ക് ശരിക്കും റിസൾട്ട് വന്നപ്പോ ഞാൻ കരയുമായിരുന്നു. കാരണം എന്നെ കൊണ്ട് ഇത് സാധിച്ചത് ശരിക്കും അതിലെ ഏറ്റവും കൂടുതൽ പാട്ടും നീഡൂസ് അക്കാദമിയിലാണ്. ശരിക്കും അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. എനിക്ക് അവിടുത്തെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത്. കാരണം എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചതല്ലായിരുന്നു. ശരിക്കും ഒരുപാട് ഞാനിനി കാരണം അവിടെ വിനോദ് സാറിന്റെ ക്ലാസ്സസ് ആണെങ്കിലും ലൈവ് ക്ലാസ്സസ് ആണെങ്കിലും ഞാൻ കാണുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിലും ഈ സ്പീക്കിങ്ങിന്റെ ക്ലാസ്സസ് വരുന്നത് ശരിക്കും അത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. കാരണം ഞാനൊക്കെ ഒരു വർഷം മുമ്പ് ജോയിൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കാറുണ്ട്. കാരണം അതൊക്കെ ലിസണിങ്ങിന്റെ ഒക്കെ ക്ലാസ്സസ് വരുന്ന ഒരുപാട് ഹെൽപ്ഫുൾ ആണ് മാം. ഇനിയും വരുന്ന കുട്ടികൾക്കാണെങ്കിലും അത് ഒരുപാട് സഹായമായിരിക്കും അതിനെല്ലാത്തിനും. പിന്നെയാണെങ്കിൽ വിനോദ് സാറിന്റെ ക്ലാസ്സസ് ഒക്കെ തന്നെയാണെങ്കിൽ നല്ലതായിരുന്നു. എല്ലാം പേടിച്ചാണ് ഇരിക്കുന്നത് എങ്കിലും ശരിക്കും എല്ലാ ക്ലാസ്സസും നല്ലതായിരുന്നു എല്ലാവരോടും. പിന്നെ ലാസ്റ്റ് ആണെങ്കിൽ എക്സാമിന്റെ സമയത്താണെങ്കിൽ എന്നെ സഹായിച്ച സ്പീക്കിങ്ങിന്റെ സമയത്താണെങ്കിൽ ദീപ മാം ആയിരുന്നു റൈറ്റിങ്ങിന്. ഞാൻ എല്ലാം ഇങ്ങനെ ചുമ്മാ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എല്ലാം ലെറ്റേഴ്സ് എഴുതി വെക്കുമായിരുന്നു. പക്ഷെ മാം പറഞ്ഞു തരുമ്പോഴേക്കും അതൊക്കെ ആണെങ്കിൽ എല്ലാം ഇത്രയും സിമ്പിൾ ആയിരുന്നു എന്നുള്ളത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ആ ഒരു സമയത്ത്. കാരണം എല്ലാവരും ആണെങ്കിലും ഞാൻ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തപ്പോഴേക്കും അശ്വതി മാം എല്ലാത്തിനും ഓരോ ദിവസം വിളിച്ചിട്ടാണെങ്കിൽ സുഖമാണ്, എങ്ങനെ ക്ലാസ് പോകുന്നു, എന്താണ് കുറവ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അങ്ങനെ ഓരോ ദിവസം, അതായത് ഒരു ഫാമിലിയിലുള്ള ഒരു അംഗത്തെ പോലെ കണ്ട് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവിടെയുള്ള എല്ലാവരോടും എത്ര പറഞ്ഞ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. അതുപോലെ ശരിക്കും അതൊരു ശരിക്കും ഒരു ടീം വർക്ക് ആണ്. കാരണം വിനോദ് സാർ ആണെങ്കിലും എപ്പോഴും പറയും രണ്ടു കൂട്ടരുടെ ഒരു നിങ്ങളുടെയിലാണെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഞങ്ങൾ അത് സാധിപ്പിച്ച് തരുമോ എന്നുള്ളത് ശരിക്കും എപ്പോഴും വിനോദ് സാറ് ലൈവിൽ വരുമ്പോൾ പറയുമായിരുന്നു ശരിക്കും. പിന്നെയാണെങ്കിൽ മാമിന്റെ ഞാൻ എപ്പോഴും ഇങ്ങനെ തളർന്നിരിക്കുമ്പോഴേക്കും ശരിക്കും ഈ ഇടയ്ക്ക് ഈ യൂട്യൂബിലൊക്കെ ഇടുന്നത് ഈ മോട്ടിവേഷൻ ശരിക്കും അത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. കാരണം പലരും പല സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ആൾക്കാരാണ്. പലരും അത് പറയത്തില്ല അവരുടെ ആ പ്രോബ്ലംസ്. പക്ഷെ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും അങ്ങനെ ഒരു മോട്ടിവേഷൻ ആണെങ്കിൽ കേൾക്കുമ്പോഴേക്കും ഒത്തിരി പേർക്ക് അത് എൻകറേജ്മെന്റ് ആണ് മാം. ഇനിയും അതുപോലെ തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. ശരിക്കും അവിടുത്തെ ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ശരിക്കും ഈ ജേർണിയിൽ സഹായിച്ചവരോടും എല്ലാ ടീച്ചേഴ്സിനോടും എല്ലാ സാറുമാരോടും എന്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് മാമിനെ, നീഡൂസ് ഫാമിലി എല്ലാവരെയും ആണെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതായിരിക്കും.
ഒരുപാട് നന്ദിയുണ്ട് മാം, ഒരുപാട് നന്ദിയുണ്ട്. ഒത്തിരി സന്തോഷം നയന. നയന പറയുന്ന വാക്കുകളല്ലേ, ഇവരെല്ലാരും എന്ത് ക്യൂരിയസ് ആയിട്ടായിരിക്കുന്നതെന്ന് നോക്കി. അത് പറഞ്ഞിങ്ങനെ ഒന്നിലോട്ട് പോവും അല്ലെ. യെസ്, താങ്ക് യു ഒത്തിരി സോ മച്ച് സന്തോഷം മാം. കേട്ടോ. താങ്ക് യു സോ മച്ച് താങ്ക് യു മാം. ഫോർ കൈൻഡ് വേർഡ്സ്. ഓക്കെ, താങ്ക് യു. ദിസ് ഈസ് ദ എൻകറേജ്മെന്റ് അല്ലേ. അതെ, ഓക്കെ യെസ് മാം, ഓക്കേടാ. ഓക്കെ തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. യെസ്, വി വിൽ മൂവ് ഓൺ വിത്ത് ബിയോണി. യെസ് ബിയോണി. സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. യെസ്. ഒരുപാട് കോഴ്സ് മാമിനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ റെഗുലർ സ്റ്റുഡന്റ് ആയിരുന്നു, പിന്നെ ക്രാഷ് കോഴ്സിന് ചേർന്ന്. റീഡിംഗ് ആയിരുന്നു ഏറ്റവും എനിക്ക് ടഫായിട്ട് തോന്നിയത്. വന്നപ്പോഴേ വിരോസന്റെ ക്ലാസ് ഒക്കെ കയറിയപ്പോഴേ പേടിയായിരുന്നു. പിന്നെ എനിക്ക് കൂടുതൽ ടെൻഷൻ ആയിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ടെൻഷൻ കൊണ്ടിരുന്ന കാര്യമില്ലല്ലോ. പിന്നെ സാറിനെ പേഴ്സണലി വിളിച്ചു. അപ്പൊ സാറ് കുറെ കാര്യങ്ങൾ റീഡിങ് എങ്ങനെ കുറച്ചും കൂടെ എനിക്ക് എങ്ങനെ ഒരു ന്യൂസ് പേപ്പർ കോംപ്രിഹെൻഡ് ചെയ്ത് മനസ്സിലാക്കി വായിച്ച് അങ്ങനെ സാർ കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു, എങ്ങനെ റീഡിങ് കുറച്ചും കൂടെ എളുപ്പമാക്കാം. അപ്പൊ അതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഡ്യൂട്ടി ഇടയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ക്ലാസ്സിന് കയറുക എല്ലാം. പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഒക്കെ സാർ പറഞ്ഞ വഴിയൊക്കെ പോകാൻ നോക്കി. കാരണം റീഡിങ് എന്തായാലും നമുക്ക് പാടാണെങ്കിലും കുറച്ച് നേടിയെടുക്കണമല്ലോ. അപ്പൊ എന്തായാലും പിന്നെ ക്രാഷ് കോഴ്സിന് ചേർന്നു. അങ്ങനെ എല്ലാ ക്ലാസ്സും ഇപ്പൊ ഒരാളെ പേരെടുത്ത് പറയുമ്പോൾ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്പീക്കിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും. എസ്പെഷ്യലി മാമിന്റെ ലാസ്റ്റ് ക്ലാസ് ഒക്കെ സത്യം ശരിക്കും കണ്ണു നിറഞ്ഞിട്ടാണ് ലാസ്റ്റ് അത് വൈൻഡപ്പ് ചെയ്തത്. അത്രയ്ക്ക് നല്ലതായിരുന്നു. എല്ലാവരും ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് താങ്ക്സ്. നീതൂസ് അക്കാഡമിയിലുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇങ്ങനെ ഒരു വിജയം നേടാൻ സാധിച്ചതിൽ താങ്ക് യു. മാമിനെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. യെസ്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേരാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒത്തിരി തവണ ക്ലാസ്സിൽ വിളിച്ചിട്ടുള്ള ഒരു പേരാണ്. യെസ്, താങ്ക് യു സോ മച്ച്. ഡ്യൂട്ടിയിലാണെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, ഒത്തിരി സന്തോഷം. ഒരുപാട് സന്തോഷം. ഡ്യൂട്ടിക്ക് ഇടയിലും വന്ന് ഇത്രയും ഒരു കാര്യം പറഞ്ഞല്ലേ, ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ ഒരു 5 മിനിറ്റ് കണ്ടെത്തി. ഒത്തിരി 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 നന്ദി കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ഡിയർ. യെസ്, സെബീന സ്റ്റീഫൻ. യെസ് സെബീന. മാം ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ്. മാം എപ്പോഴും പറയുന്ന പോലെ ഒരു ബി സ്കോർ കാർഡുമായിട്ട് നിങ്ങൾ എന്റെ മുമ്പിൽ വരണമെന്ന് മാം എപ്പോഴും പറയാറുണ്ട്. എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. അത്രയ്ക്കൊന്ന് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് വിന്നേഴ്സ് മീറ്റിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, ഒരുപാട് നന്ദി. ഫസ്റ്റ് തന്നെ എനിക്ക് ദൈവത്തോട് ഒത്തിരി നന്ദി പറയാനുണ്ട്. നീതൂസ് അക്കാഡമിയിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതില്. അതുപോലെ തന്നെ മാമിനോടും. അപ്പൊ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് OET പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നീതൂസ് അക്കാഡമിയിൽ പഠിക്കണമെന്നുള്ളത്. കാരണം വേറെ ഒരു ആരും പറഞ്ഞു അറിയില്ല. പക്ഷെ ഫേസ്ബുക്കിലും മാമിന്റെ ആ ബ്ലൂ സാരിയിലുള്ള ആ ഫേസും മാമിന്റെ ആ സംസാരം, ആ മോട്ടിവേഷൻ ഒക്കെ കേൾക്കുമ്പോ എന്തെന്നറിയില്ല, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുക. അപ്പൊ എങ്ങനെയും നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യണം, പഠിക്കണം, നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടിയാ ജോയിൻ ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു LKG സ്റ്റുഡന്റിന് A to Z പഠിപ്പിക്കുന്ന പോലെ തന്നെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് 3 മാസത്തെ കോഴ്സ് നമുക്ക് എടുത്തു തരുന്നതും A to Z ആണ് പഠിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് എനിക്ക് വിനോദ് സാറിന്റെ ക്ലാസ് ആ 2 മാസവും ഞാൻ സ്കൂളിൽ പോലും ഇങ്ങനെ ഒരു അധ്യാപകരെ പേടിച്ചിട്ടില്ല. അങ്ങനെയാണ് സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടിരുന്ന. സത്യം പറഞ്ഞാല് അത് ശരിക്കും ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോട്ടിവേഷൻസ് സണ്ണി സാറ് എപ്പോഴും സപ്പോർട്ടാണ് നമുക്ക്. കാരണം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക്. ഞാനൊക്കെ ആണെങ്കിൽ സാധാ നോർമൽ മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നതാണ്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിന്റെ കാര്യത്തില്. അപ്പൊ എങ്ങനെ ഇത് അച്ചീവ് ചെയ്യും എന്നുള്ള ഭയങ്കരമായിട്ടും ടെൻഷൻ ആയിരുന്നു. സ്പീക്കിംഗ് റൈറ്റിംഗ് ഒക്കെ ആണെങ്കിലും അലീന മാമും ജീത്തു മാമും ആയിരുന്നു ഫസ്റ്റ് ടൈം. അവരെയൊക്കെ വിളിച്ച് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. അവരെപ്പോഴും പറയും എല്ലാ സ്റ്റുഡൻസും ഇങ്ങനെ തന്നെയാ, കുഴപ്പമില്ല, ടെൻഷൻ ആവണ്ട, അതൊക്കെ ശരിയായിക്കോളും. അതുപോലെ ഓരോ ബാച്ചിലും ഷിൻഡോ സാറ്, ദീപ മാം ആയിരുന്നു റൈറ്റിങ്ങിന്റെ, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാം ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട്, അതുപോലെ എങ്ങനെയാ പറയണമെന്ന് അറിയത്തില്ല മാം, അങ്ങനെ ഹെൽപ്പ് ചെയ്തു എല്ലാവരും. പിന്നെ മാമിന്റെ എപ്പോഴും ഉള്ള മോട്ടിവേഷൻസ് അത് ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഇതായിരുന്നു മാം. എല്ലാ ക്ലാസ്സുകളും തന്നെ. പിന്നെ മാം ലാസ്റ്റ് എക്സാം ബാച്ച് കഴിഞ്ഞ സമയത്ത് മാമിന്റെ ആ ഒരു എക്സ്പീരിയൻസ് മാം ഷെയർ ചെയ്തു. ആ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ ശരിക്കും സ്കൂളും കോളേജിലും ഒരു സെന്റ് ഓഫ് പാർട്ടി കഴിഞ്ഞ് പോകുമ്പോഴുള്ള ഒരു വിഷമമുണ്ട് ശരിക്കും. നീതൂസിന്റെ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ ശരിക്കും അങ്ങനെ ഒരു ഫീലിങ്സ് ആയിരുന്നു. അയ്യോ ക്ലാസ് കഴിഞ്ഞല്ലോ, മിസ്സാകുമല്ലോ, എല്ലാരെയും ഭയങ്കര മിസ്സിങ് ആയിരുന്നു മാം. എന്നാലും ഇന്ന് ഒത്തിരി ബ്ലെസ്ഡ് ആണ്. നീതൂസ് ഫാമിലിയിൽ എല്ലാവരും വളരെയധികമായി ഹെൽപ്പ് ചെയ്തു മാം. ഒരുപാട് നന്ദി മാം.
ഒരുപാട് താങ്ക് യു സോ സന്തോഷം, മച്ച്. ഒരുപാട് സന്തോഷം സെബീന, ഒത്തിരി സന്തോഷം. അല്ലെ, നിങ്ങളുടെ ഓരോ വേർഡ്സുകളും ഞാൻ പറയണ പോലെ അല്ലെ, ഒരു എനിക്ക് തന്നെ എന്റെ മൈൻഡിൽ തന്നെ ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾ എത്രമാത്രം എക്സൈറ്റഡ് ആണെന്ന് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യാം. ഒത്തിരി സന്തോഷം. നിങ്ങൾ ആരും എവിടെയും പോണില്ല കേട്ടോ. ഈ ഫാമിലിയിൽ വൺസ് ജോയിൻ ചെയ്ത ആരും ഇവിടുന്ന് എങ്ങോട്ടും പോണില്ല. എപ്പോഴും പറയാം, തീർച്ചയായും മാം. ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയും, നീതൂസ് ഫാമിലി സ്ട്രിക്റ്റ് ആണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചില്ലേ ഞങ്ങൾ പഠിപ്പിക്കുന്ന പറഞ്ഞാണ് എല്ലാ ടീച്ചേഴ്സും നിൽക്കുന്നത്. നമ്മളെ പഠിപ്പിച്ച് അവർ വിടൂ. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ അത് സജസ്റ്റ് ചെയ്യാറുണ്ട്. നീതൂസ് ഫാമിലിയിൽ നമുക്കൊരു ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്തോ, എന്തായാലും നമ്മൾ പാസ്സാകും എന്ന് ഞാൻ പറയാറുണ്ട് മാം. താങ്ക് യു സോ മച്ച് എല്ലാവരോടും. ഒരുപാട് സന്തോഷം. ഒരുപാട് വലിയൊരു ഫാമിലിയാണ് ഇത് അല്ലെ. ഇത്രയധികം സ്റ്റുഡൻസ് വന്ന് ചേർന്ന് പഠിച്ച് പാസ്സായി അവരവിടെ എത്തുമ്പോഴും ഫാമിലി ജോയിൻ ചെയ്യുമ്പോഴും ഒക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഫാമിലി മെമ്പർ പോലെയാണ് ഇവിടെ എല്ലാവരും. നിങ്ങൾക്ക് അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. നിങ്ങൾ ഒരിക്കലും ഇവിടുന്ന് ഇറങ്ങി പോവാൻ ഒരിക്കലും വിചാരിക്കില്ല. തീർച്ചയായിട്ടും ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി, അതിനകത്തുള്ളത് മുഴുവൻ നഴ്സസ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. എല്ലാവരും ഒരുപാട് ബ്ലെസ്ഡ് ആണ് നിങ്ങൾ എല്ലാവരും. നമ്മൾ പറഞ്ഞില്ല, ഇമ്മൻസ്ലി ബ്ലെസ്ഡ് ആണ്. അതാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ, ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ. ഇതൊന്നും ചെറിയ ഇൻസ്പിറേഷൻ അല്ല കേട്ടോ. നിങ്ങളുടെ റിയൽ എക്സ്പീരിയൻസ് നിങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക, നമ്മൾ ഒരു കാര്യം വെറുതെ പറയുമല്ല അല്ലെ. നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഷെയർ ചെയ്യണം. അത് ഭയങ്കര ഒരു പവറാണ്, ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് കേട്ടിരിക്കുന്നവർക്ക്. ഇപ്പം സെബീനാണെ പറഞ്ഞു, നയന പറഞ്ഞു, ഡെൽമ, എല്ലാവരും പറഞ്ഞാൽ എനിക്ക് കിട്ടുമോ എന്ന് അറിയത്തില്ലായിരുന്നു, എങ്ങനെയായി, എന്തായിരുന്നു, കൺഫ്യൂഷൻ ആയിരുന്നു അല്ലെ. പക്ഷെ ഇങ്ങനെ നിൽക്കുന്ന ഒത്തിരി പേര് വെളിയിലുണ്ട്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ അങ്ങോട്ട് പോയാൽ അവിടെ സ്ട്രിക്റ്റ് ആണ് എന്ന് വിചാരിക്കുന്ന, എന്ത് ചെയ്യും എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടെല്ലാം എനിക്ക് അതേ പറയാനുള്ളൂ. സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നല്ലൊരു റിസൾട്ട് ഇവിടെ കിട്ടുന്നത്. ഒരുപാട് സന്തോഷം സെബീന. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, വിൽ മൂവ് ഓൺ വിത്ത് ആൻവി. യെസ് ആൻവി ഗ്രേസ്. കുറെ നേരമായിട്ട് ആൻവി വിചാരിക്കാൻ എന്നെ വിളിക്കുന്നില്ലല്ലോ. യെസ് ആൻവി. മാം, ആക്ച്വലി ഇപ്പോഴും എനിക്ക് വിശ്വാസം വന്നിട്ടില്ല ഞാൻ പാസ്സായി എന്നുള്ളത്. ഇന്നലെ റിസൾട്ട് വരുമ്പോ ഞാൻ റിസൾട്ട് കണ്ടു കഴിഞ്ഞിട്ട് സത്യത്തിൽ എനിക്ക് സന്തോഷമാണോ എന്താണെന്ന് അറിയത്തില്ല. അത്രയും ഞാനും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പാസ്സായി. കാരണം അതുപോലെ ടഫായിരുന്നു റീഡിങ്. എനിക്ക് റീഡിങ് ആയിരുന്നു പോയത്. മാമിന്റെ അടുത്ത് ഞാൻ ജോയിൻ ചെയ്യുന്നത് ലാസ്റ്റ് മാർച്ചിലാണ്. അപ്പം 3 month കോഴ്സ് ലാസ്റ്റ് ഇയർ. അപ്പൊ ആ 3 month കോഴ്സ് ഒക്കെ എങ്ങനെ ഫിനിഷ് ആവും, കംപ്ലീറ്റ് ചെയ്യുമോ? കാരണം ഞാൻ പൊതുവെ കുറച്ച് മടിയുള്ള കൂട്ടത്തില്ല പഠിക്കാൻ. കാരണം ജോലി കഴിഞ്ഞ് വന്ന് പഠിക്കണം. അപ്പൊ ഞാൻ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. എന്താ മുന്നിൽ ആ ഒരു ഓപ്ഷൻ ആയിരുന്നു. അപ്പോ ഞാൻ 3 month കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടി എടുത്തു ഈ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലാസ് ഫുൾ 3 month കംപ്ലീറ്റ് ആയപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു. കാരണം 2020 തൊട്ട് ഞാൻ പോയിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യും, വിടും. കാരണം നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടേ ഇല്ല എനിക്ക്. പക്ഷെ മാമിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോഴാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഇതെങ്ങനെയും ക്രാക്ക് ചെയ്യണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെയെങ്കിലും പോവാൻ ഇച്ചിരി കുറച്ച് സ്ലോ ആയാലും സാരമില്ല, പക്ഷെ ഒഴിച്ച് ക്രാക്ക് ചെയ്യണം എന്നായി മൈൻഡില്. യെസ്, വി വിൽ മൂവ് ഓൺ വിത്ത് രാജി. ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഞാന് കുറെ ആലോചിച്ച് ചേർന്നാണ് നീതൂസ് അക്കാഡമിയില് ചേർന്ന. ഒരു ഫസ്റ്റ് 1 week കഴിഞ്ഞപ്പോ തന്നെ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. കാരണം എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഞാൻ പഠിച്ചില്ലേലും ഇവർ എന്നെ കൊണ്ട് പഠിപ്പിക്കും, എന്നെ കൊണ്ട് എഴുതിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പറ്റും, നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ആവും. അതുപോലെ തന്നെ നീതൂസിൽ ഭയങ്കര സ്ട്രെസ് ആണ്. എല്ലാരും പൊതുവെ നമ്മൾ ജോയിൻ ചെയ്യാൻ ആരോടെങ്കിലും ഒക്കെ ചോദിക്കും, പറയും ഭയങ്കര സ്ട്രെസ് ആണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, നമുക്ക് പറ്റില്ല. പക്ഷെ എനിക്കത് ഒരിക്കലും ഒരു സ്ട്രെസ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം അതിന്റെ എൻഡ് റിസൾട്ട് നമുക്ക് തരുന്ന ഒരു എക്സ്ട്രീം ഹാപ്പിനെസ് ആണ്. അത് കുറച്ച് നാളത്തെ, നമുക്ക് എത്ര നാൾ വേണേലും ഇരുന്ന് പഠിക്കാം. 1 year കൊണ്ട് പഠിക്കാം, 2 year കൊണ്ട് റെക്കോർഡഡ് ക്ലാസ്സിലൊക്കെ പഠിക്കാം. പക്ഷെ ഈ 3 month നമ്മുടെ ടൈം നമ്മൾ നീതൂസിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ 3 month നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ടാണ് കിട്ടുന്നത്. എനിക്ക് ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഇത്രയും ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്.
നമ്മൾ ഫോണിൽ നോക്കി പുറത്തു പോയി അങ്ങനെ എത്ര എനിക്ക് പിന്നെ ക്ലാസ് 3 month ക്ലാസ് ഇരുന്ന് എക്സാം കഴിഞ്ഞപ്പോ എന്റെ ടൈം തീരുന്നില്ല. എനിക്ക് ബോറടിക്കുക റൂമിൽ ഇരുന്നിട്ട്. അങ്ങനെ അത്രയും. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സും വിനോദ് സാറിന്റെ ക്ലാസ് ഒക്കെ ഭയങ്കര നല്ല ക്ലാസ് ആണ്. എനിക്കിപ്പോ ഉറക്കത്തെ റീഡിങ് തന്നാലും ഞാൻ ചെയ്യും. എനിക്ക് ബി ഗ്രേഡും കിട്ടും. എനിക്ക് You got എനിക്ക് 400, 400 right? റീഡിങ് Yes, ഉണ്ട്. 400 ഉണ്ട്. അത് വിനോദ് സാറിന്റെ ആ ഒരു ആദ്യത്തെ കുറച്ച് ക്ലാസ് ആണ്. അത് ഓരോ ക്ലാസ്സും ഓരോ ടീച്ചേഴ്സിനെയും നമ്മൾ എടുത്തെടുത്ത് പറയണം. ടീം എന്ന് പറയുന്ന ഒരു എക്സലന്റ് ടീമാണ് മാമിന്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് വേണേ പഠിച്ചു എന്നല്ല, നിങ്ങൾ പഠിച്ചിരിക്കണം എന്നൊരു നിർബന്ധം ഓരോരുത്തർക്കും ഉണ്ട്. ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ ഹോംവർക്ക് നിങ്ങൾ ചെയ്തിരിക്കണം. അത് ചെയ്തോ എന്ന് നമ്മളോട് ഇങ്ങനെ ചോദിച്ച് അപ്പോൾ ഓർക്കും നമ്മൾ ഇത് കൊടുക്കണമല്ലോ, മാർക്ക് അയച്ചു എന്ന് ഓർത്തിട്ടെങ്കിലും നമ്മളത് ചെയ്യും. പലരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് ഈ ഡ്യൂട്ടി കഴിഞ്ഞ് പറ്റുമോ? പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്ന ഒരു കാര്യം. എനിക്ക് പറയാം, എന്റെ കുറെ ഫ്രണ്ട്സ് ഇപ്പൊ ചേർന്നിട്ടുണ്ട് ഓൾറെഡി. എനിക്കറിയാം ഓരോ തവണ ഞാൻ എഴുതിയപ്പോഴും എനിക്ക് എന്തുകൊണ്ടാണ് അത് കിട്ടാതെ വന്നത് എന്ന എനിക്കത് ഫസ്റ്റിന് പോയപ്പോ ഞാൻ ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. ലിസണിങ്ങിന്റെ പാട്ടൊന്നും പകുതി കേട്ടില്ല. ബാക്കി എല്ലാത്തിനും ബി ഉണ്ടായിരുന്നു. ലിസണിങ് പോയി. ലിസണിങ് പൊതുവെ കുറച്ച് പാടാണ് എനിക്ക്. പിന്നെ സെക്കൻഡ് പോയപ്പോഴും ഇങ്ങനെ തന്നെ. പിന്നെ തേർഡ് ആയപ്പോഴത്തേക്കും ഞാൻ തന്നെ ചിന്തിച്ചു ടെൻഷൻ ആവാൻ പാടില്ല. അങ്ങനെ 2 എക്സാം ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇതെങ്ങനെ എഴുതണ്ടേ എന്നൊക്കെ. അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല നമുക്ക് കിട്ടാതെ വരുന്നത്. നമ്മൾ ടെൻഷൻ ആകുമ്പോഴും നമ്മൾ ആ കുറച്ച് ടൈം പീരീഡ് കൊണ്ട്. അതുപോലെ മോക്ക് ടെസ്റ്റ് ഒക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ശരിക്കും റെക്കോർഡഡ് ക്ലാസ്സിനെക്കാട്ടിലും ഒക്കെ നമുക്ക് ആ ഒരു സ്ട്രെസ്സിൽ ഇരുന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് നാളെ കിട്ടത്തില്ല എന്ന് അറിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യും. പിന്നെ ആ ഒരു കുറച്ച് 3 month എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഓരോ ദിവസങ്ങളും തീരും. ആ 3 month നമ്മൾ കറക്റ്റ് ആയിട്ട്, ഞാൻ എക്സ്ട്രാ ഒരു വർക്കും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് തന്ന മെറ്റീരിയൽ എല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ് പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ഇങ്ങനെ കറക്റ്റ് റെഗുലർ ആയിട്ട് നമുക്ക് അങ്ങനെ ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണ് എപ്പോഴും നിദൂസിൽ ഇത്രയും വിജയം എല്ലാവർക്കും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഒരു കറക്റ്റ് ഫോളോ അപ്പിൽ അങ്ങനെ എടുക്കുന്നുണ്ട്. ഇപ്പൊ 1 week എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്യൂട്ടർ ഇന്ന് എനിക്ക് പറ്റില്ല ഞാൻ നാളെ നിങ്ങൾക്ക് എടുക്കാം എന്ന് പറയുന്ന ഒരു ട്യൂട്ടർ പോലും അവിടെ ഇല്ല. ഇന്നത്തെ ക്ലാസ് ഇന്ന് തന്നെ. അതുകൊണ്ടാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഇപ്പൊ റൈറ്റിംഗ് ആണെങ്കിൽ പോലും നമ്മൾ 2 ദിവസം എഴുതിയില്ലെങ്കിൽ 3-ാമത്തെ ദിവസം നമുക്ക് അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ എഴുതുന്നത്. തീർച്ചയായിട്ടും. അങ്ങനെ ആ ഒരു കറക്റ്റ് ഞാൻ ആര് ചോദിച്ചാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആണ് ക്ലാസ്സിൽ. അത്രയും നന്നായിട്ടാണ് എനിക്ക് ഓരോ ക്ലാസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതൊരു സ്ട്രെസ് ആയിട്ട് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. അത് നമുക്കാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഇപ്പൊ സ്ട്രെസ് ആണെങ്കിൽ കൂടെ ഒരിക്കലും അതിന്റെ ലാസ്റ്റിൽ നമുക്കാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്. നമ്മുടെ ഒരു ഡ്രീമിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളവിടെ അച്ചീവ് ചെയ്യുന്നത്. ഒത്തിരി സന്തോഷം മാം. ഒത്തിരി സന്തോഷം രാജി. യെസ്, താങ്ക് യു ഫോർ യുവർ എൻകറേജിങ് വേർഡ്സ്. ഈ ഒരു സപ്പോർട്ടും നിങ്ങളുടെ ഒരു നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ അത് ഇൻഡെപ്ത് ആയിട്ട് ആ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യുന്നു, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് അറിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം കേട്ടോ. ഒത്തിരി സന്തോഷം. ഒത്തിരി സന്തോഷം കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. യെസ്, വിൽ മൂവ് ഓൺ വിത്ത് ഷെറിൻ ആൻഡ് സെയ്ർ. ഷെറിൻ മാം, വളരെയധികം സന്തോഷം. നീദൂസിന്റെ ഫാമിലിയിൽ ഒരംഗമാകാൻ പറ്റിയത് വളരെയധികം സന്തോഷം മാം. ഞാൻ ഈ ഡിസിഷൻ എടുത്തത് ഒത്തിരി ഡിലേ ആയി പോയോന്നാണ് ഒരു ചെറിയ സങ്കടം. നേരത്തെ നീദൂസിൽ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ മാമിന്റെ ഒരു എവിടെയെങ്കിലും നമ്മൾ ഇത് ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ കാണും, മാമിന്റെ ഒരു ഫേസ് കണ്ടാൽ തന്നെ നമുക്കൊരു മനസ്സിലൊരു പ്രത്യേക ഒരു മോട്ടിവേഷൻ ആണ്. പിന്നെ മാമിന്റെ റൈറ്റിംഗിന്റെ ക്ലാസ് ആണെങ്കിലും ഫസ്റ്റ് തന്നെ റൈറ്റിംഗ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. മാമിന്റെ ഓറിയന്റേഷൻ ക്ലാസ്സും അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എഴുതേണ്ട രീതികളൊക്കെ ഒരു കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ്. അതൊക്കെ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഓർമ്മ വരും. അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയി മാം. പിന്നെ എന്നാലും വളരെയധികം സന്തോഷം. പിന്നെ ഇത് മാമിന്റെ ടീം വർക്ക്, അത് വളരെ മാമിന്റെ വിജയം അതാണ്. എല്ലാ ഫാമിലീസും ട്യൂട്ടേഴ്സും എല്ലാവരും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ നീദൂസിൽ ആദ്യം ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് 1-2 ഫ്രണ്ട്സ് പറഞ്ഞു ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഡ്യൂട്ടി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോന്ന് അറിയില്ല. പിന്നെ എനിക്ക് എന്തായാലും പുറകിൽ നിന്ന് ഒരാൾ പുഷ് ചെയ്യാൻ വേണമായിരുന്നു.
അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൽപ്പിച്ച നീതൂസിൽ തന്നെ വന്നത്. ചേർന്നത്. ഓക്കെ. അപ്പം എന്തായാലും ഒരു ദിവസം നമ്മൾ ഒരു ഇത് ചെയ്തിട്ടില്ലെങ്കിലും പല കോളുകളും മെസ്സേജുകളും എല്ലാം വരും. ഞാൻ ക്ലാസ്സുകളൊന്നും മിസ്സാക്കിയിട്ടില്ല. പിന്നെ എല്ലാം നല്ല ക്ലാസ്സുകളായിരുന്നു. പിന്നെ റൈറ്റിംഗ് എടുത്ത അനൂപ മാം, പിന്നെ ഈവൻ അഡ്മിനിസ്ട്രേറ്റീവ് ഇതാണെങ്കിൽ തന്നെ നമ്മൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് അതിന്റെ റിപ്ലൈ കിട്ടിയിരിക്കും. അതാണ് മാമിന്റെ ടീം വർക്ക് എന്ന് പറഞ്ഞ് നല്ല ഒരു ഇതാണ്. അത് തന്നെയാണ് മാമിന്റെ നീതൂസ് ഫാമിലിയുടെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ സണ്ണി സാറിന്റെ ഗ്രാമർ ക്ലാസ്, വിനോദ് സാറ്, പിന്നെ എല്ലാ ട്യൂട്ടേഴ്സും എല്ലാരും നല്ല എഫക്റ്റീവ് ആയിരുന്നു ക്ലാസ്സസ്. പിന്നെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. നമുക്ക് എക്സാം എഴുതാൻ പോകുമ്പം ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് ആ എസ്പെഷ്യലി റൈറ്റിംഗ് മാം വളരെ സിമ്പിൾ ആക്കി എക്സാമിന്റെ ആ ഒരു ടൈമിൽ. വളരെയധികം താങ്ക്സ് മാം. ഒരുപാട് സന്തോഷം. യെസ് യെസ് യെസ്. അപ്പോ ഒരുപാട് സന്തോഷം. വീണ്ടും ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റിൽ നിങ്ങൾ തിരക്കിന്റെ ഇടയിലും ഡ്യൂട്ടിയുടെ ഇടയിലും ഒത്തിരി പേര് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അവർ ബിസി ആയി പോയെന്ന് തോന്നുന്നു. സോ നിങ്ങൾ വന്നു, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, ഒരുപാട് എൻകറേജിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഷെയർ ചെയ്തു. ഒരുപാട് സന്തോഷം കേട്ടോ. ഇത്രയും നല്ല ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വിന്നേഴ്സ് മീറ്റ് നടത്താൻ ദൈവം സഹായിച്ചു അല്ലെ? യെസ്, ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്. ഓരോ ദിവസവും നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു ബ്ലെസ്സിങ് ആണ്. ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. എപ്പോഴും പറയാറുള്ളത് പോലെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലോട്ട് എത്തി. ഇറ്റ് ഈസ് എ ബ്ലെസ്ഡ് ഫാമിലി. ഉറപ്പായിട്ടും ഇനിയുള്ള ജേർണിയിലും നീതൂസ് ഉണ്ടാവും ഒപ്പം. നിങ്ങൾ ഈ ഫാമിലിയുടെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ഫാമിലിയുടെ മെമ്പേഴ്സ് ആണ്. അപ്പൊ പിന്നെ ഇനി ഉണ്ടാവും എന്നൊരു ചോദ്യമൊന്നും അതിനകത്തില്ല. ഉറപ്പായിട്ടും ഉണ്ടാവും. ഓരോ സ്റ്റേജിലും ഓരോ സ്റ്റെപ്പിലും നീതൂസിന്റെ അസിസ്റ്റൻസും സപ്പോർട്ടും ഉണ്ടാവും. അപ്പൊ ഉറപ്പായിട്ടും എല്ലാവരും നിങ്ങൾ എവിടെ പോണോ, ഏത് കൺട്രിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നു അവിടെ എത്തി നിങ്ങളുടെ ഫാമിലി ജോയിൻ ചെയ്ത് അവിടെ സെറ്റിൽ ആവുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയണം. നിങ്ങളുടെ ഈ പറയുന്ന റീലിന്റെ ലിങ്കും ബോർഡിംഗ് പാസിന്റെ ഫോട്ടോയും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. Okay, so God bless you. Excuse me, ma'am. Yes, Ma'am, Priya. actually, so sorry, ma'am, to interrupt you. No എനിക്ക് മാം problem. ഒരു കാര്യം ആഡ് ചെയ്യണമായിരുന്നു. Okay. ബിക്കോസ് ഐ തോട്ട് എല്ലാവരും പറയണം. അപ്പൊ ഞാൻ അങ്ങനെ ആ സമയത്ത് പറഞ്ഞില്ലായിരുന്നു. മാം, ഞാൻ നീതൂസ് കയറുന്ന മുമ്പില് ബിഫോർ ഐ ജോയിൻഡ് an institution in Delhi only, because I live in UP. സോ ആ സമയത്ത് മാം എനിക്ക് റൈറ്റിംഗ് ഭയങ്കര വീക്കായിരുന്നു. ലൈക്ക് ഭയങ്കര വീക്കും, പിന്നെ അവിടുന്ന് ഭയങ്കര ഡിസ്കറേജ്മെന്റ് ആയിരുന്നു മാം. Okay. ലൈക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ നീതൂസ് വന്നപ്പം എനിക്ക് മാം സ്റ്റാർട്ടിങ് കാവ്യ മാം ആയിരുന്നു. സോ എനിക്ക് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് മിസ്റ്റേക്സ് ആയിരുന്നു എന്റെ റൈറ്റിംഗിൽ. അപ്പൊ അപ്പോഴെനിക്ക് മനസ്സിലായത് മാമിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞിട്ട് ദിസ് ഇസ് ഹൗ വി ഷുഡ് റൈറ്റ്, ഇങ്ങനെയാണ് ഞങ്ങൾ എഴുതേണ്ടത്, ഇങ്ങനെ ഞങ്ങളുടെ ഇടയ്ക്ക് കണക്ടേഴ്സ് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ലൈക്ക് പുതിയ ലൈക്ക് ഒരിക്കലും കേൾക്കാത്ത കണക്ടേഴ്സ് ഞാൻ അതൊക്കെ ഇവിടെ ഞാൻ അറിഞ്ഞത്. അത് കഴിഞ്ഞ് മാം ഞാൻ എന്റെ സെക്കൻഡ് പ്രാവശ്യം ഞാൻ കൊടുത്തപ്പം ആ സമയത്ത് എനിക്ക് ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് റൈറ്റിംഗിൽ കോൺഫിഡന്റ് ഞാൻ വന്നത്. ഓക്കെ, ഐ ക്യാൻ ഡു ഇറ്റ്. താങ്ക് യു സോ മച്ച് മാം. ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം പ്രിയ. സോ എനിക്ക് തോന്നുന്നു ഇറ്റ് ഇസ് എ ടൈം ടു വൈൻഡ് അപ്പ് അല്ലെ? അപ്പൊ നമുക്ക് ഇനിയും കാണാം. ഇനിയുള്ള ജേർണിയിൽ നമ്മൾ ഒരുമിച്ചാണ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു എവ്രി വൺ. താങ്ക് യു. Thank you so much, ma'am. Thank you so much. Thank you.